നിലമ്പൂരിൽ ഇനി വിധിയെഴുതാൻ 7 ദിവസം മാത്രം ബാക്കി. അപ്പോൾ നിലമ്പൂർ ഷോയുമായി അവിടെ നിന്ന് അപർണ കുറുപ്പും CV അനുമോദും VV അരുണും റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് സമയം കളയാതെ അവരുടെ അടുത്തേക്ക് തന്നെ പോകാം. അപർണ, ഗുഡ് മോർണിംഗ്. ഈ ജമാഅത്തെ PDP പിന്തുണകളൊക്കെ മുന്നണികളെ അത് അവർക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ നിരന്തരം പുതുതായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിലമ്പൂരിൽ ഈ വിഷയങ്ങളൊക്കെ ഏത് തരത്തിലാണ് ചർച്ചയാകാൻ പോകുന്നത്? നിലമ്പൂരിന്റെ പൾസ് അതെങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആര്യ. നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഇന്ന് രാവിലെ തുടങ്ങുമ്പോൾ ഈ രണ്ടാം ലാപ്പിലേക്ക്, രണ്ടാം ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു അവസാന ലാപ്പ് തന്നെയാണ്, അത് തന്നെ പറയണം. നിലമ്പൂരിന്റെ പ്രചാരണം അതൊരു പുതിയ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർ ലെവലിലേക്ക് എത്തുന്നു ഇനി രണ്ടാം ലാപ്പ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഏതെല്ലാം വിഷയങ്ങളൊക്കെയാണ് നിലമ്പൂരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മഴവിൽ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളും പരസ്പരമുള്ള ആരോപണങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പൾസുണ്ട്. ആ തരത്തിലുള്ള പ്രസ്താവനകൾ കഴിഞ്ഞ മണിക്കൂറുകൾ പോലും ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് നാളെ മുതൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു നിലമ്പൂർ എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാം ഘട്ടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പ് ചെയ്ത് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണത്തിനായിട്ട് നിലമ്പൂരിൽ നാളെ മുതൽ ഉണ്ടാകുമെന്നുള്ളത് LDF ക്യാമ്പിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കമുള്ളവർ, ഇടത് നേതാക്കന്മാർ എല്ലാവരും നിലമ്പൂരിലേക്ക് ഒഴുകാൻ തയ്യാറെടുക്കുന്നു. പിണറായി 3.0 എന്നുള്ള ഒരു മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ആണ് LDF ഇനി ഇതിനെ കാണുന്നത്. ഇനി നാളെ തൊട്ട് ആ തരത്തിലേക്കുള്ള ഒരു കളർഫുൾ പ്രചാരണത്തിലേക്ക് LDF കടക്കുന്നു. UDFനെ സംബന്ധിച്ചോളം നാളെ ഇവിടെ എത്തുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. അതായത് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രധാനപ്പെട്ട മിക്ക നേതാക്കന്മാരും നാളെ ഇവിടെ എത്തും. അപ്പോൾ ഒരേ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയും, അതേ ദിവസമാണ് ഇപ്പോൾ സ്വരാജ് മാധ്യമങ്ങളെ കാണുകയാണ് LDF സ്ഥാനാർത്ഥി. നമുക്ക് തിരികെ എത്താം. തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ്. വികസന കാര്യങ്ങളും വികസന സാധ്യതകളും അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദം അർത്ഥപൂർണമാവുക അങ്ങനെയാണ് വികസിക്കേണ്ടത്. എന്നാൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നല്ലതുപോലെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതൊന്നും പക്ഷേ ഞങ്ങളെ അങ്ങനെ ബാധിച്ചിട്ടില്ല. ഞങ്ങൾ ജനങ്ങളുമായി സംവദിച്ചത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സ്ഥാനാർത്ഥി പര്യടന പരിപാടികളിലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, ഏതെങ്കിലും തരത്തിലുള്ള വിവാദ പ്രസ്താവനകളോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടേയില്ല. അപ്പോൾ വലിയ നേതാക്കന്മാരെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നാട് പ്രതീക്ഷിക്കുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നിലമ്പൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. സ്ഥിരം വാർത്താ സമ്മേളനത്തിനു ശേഷം സ്വരാജ് പറയുന്നത് ഇത് വിവാദങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള സമയമുണ്ടായി. കഴിഞ്ഞ തവണ ഇലക്ട്രിക് കെണിയിൽ പെട്ട് കുട്ടി മരിച്ച സംഭവം അടക്കം തൊട്ട് LDF UDFന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് ഈ തരത്തിലാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഏത് തരത്തിലേക്കാണ് പ്രചാരണങ്ങൾ മാറുക, ഏത് തരത്തിലേക്കാണ് ആരോപണങ്ങൾ മാറുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിൽ 3.0 എന്ന് ഇടതുമുന്നണി വെക്കാൻ പോകുന്നത് നാളെ മുഖ്യമന്ത്രി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നിലമ്പൂരിൽ LDF ആണ് ജയിക്കുന്നതെങ്കിൽ അത് ഒരു മൂന്നാം ഭരണത്തിലേക്കുള്ള ഒരു കാഹളം മുഴങ്ങലാണ് എന്ന് തന്നെ അവകാശപ്പെടും ഇടതുമുന്നണി. അതുകൊണ്ട് അത് LDFനെ സംബന്ധിച്ചോളം ഇനി ആ ഘട്ടത്തിലേക്ക് അത് കൊണ്ടുപോകുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എടുത്ത് ആയുധമാക്കുക, എല്ലാ ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. മുഖ്യമന്ത്രിയുടെ പരാമർശം പ്രധാന വിഷയമായിട്ട് ഉയർത്താൻ UDF ശ്രമിക്കും. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ കൂടി ഇതിനകത്ത് വരും. ആ തരത്തിലേക്ക് UDF അത് കൊണ്ടുപോകും. അങ്ങനെ 2 തരത്തിൽ വലിയ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അവനാഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക്, ഒരു അവസാന ലാപ്പിലേക്ക് കടക്കും നിലമ്പൂർ. നമുക്ക് ഇപ്പോ ഈ മിനിറ്റിൽ ഏതായാലും മഴവിൽ സഖ്യം, ഈ പല വിവാദങ്ങൾ, അൻവർ എഫക്ട് തൊട്ട് ചർച്ചയായിട്ടുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ദിവസം നിന്നിരിക്കുന്നത് മഴവിൽ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള
പ്രസ്താവനകളും പ്രതികരണങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പലതവണ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നു. ഇന്നലെ അദ്ദേഹം നമ്മളോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് UDF-നെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇങ്ങനെ ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം വരാനിരിക്കുകയാണ്. അതിന്റെ തുടക്കമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ UDF-നെതിരെയുള്ള വിമർശനം. ഇനി മുന്നണിക്കകത്ത് തന്നെ ഉണ്ട് ഭിന്നിപ്പ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ എടുത്ത് ചോദിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ലീഗുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയും ലീഗുമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിഫ്റ്റ് അത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല, ലീഗ് വളരെ സജീവമാണ്. മാത്രമല്ല ഇവിടെ ജയിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിനും വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്, വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രചാരണത്തിൽ നിന്നും എവിടെയെങ്കിലും ഒരു പിന്നോക്കം ഒരു പോക്കുണ്ടായിട്ടില്ല. പക്ഷേ MV ഗോവിന്ദൻ പറയുന്നു ഇനിയും ഭിന്നിപ്പുണ്ടാകും. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും UDF-ലുണ്ടാകുന്ന ഭിന്നിപ്പ് എന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടറി നമ്മളോട് തന്നെ പ്രതികരിച്ചാണ്. നമുക്ക് ആ വാക്കിൽ നിന്ന് തുടങ്ങാം. കത്തോലിക്ക കോൺഗ്രസിന് ഒരു വിമർശനം വന്നിട്ടുണ്ടല്ലോ ഇപ്പം UDF-നെതിരായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ് വർഗീയ മുന്നണി ഉണ്ടാക്കി UDF ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട്, ഇതേവരെ രഹസ്യമായിട്ടാണ്, ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് അവരുടെ മുന്നണിക്കകത്തും പുറത്തും ഒക്കെ അതിശക്തിയായ രീതിയിലുള്ള നിലപാട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ നിലപാട് അതിശക്തിയായ രീതിയിലാണ്, വിമർശനാത്മകമായ രീതിയിലാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ മുനമ്പം വിഷയത്തിലൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മയപ്പെടുന്നു ഇപ്പോൾ. അങ്ങനെ ഒരു ഞങ്ങൾ മുനമ്പ് പ്രശ്നത്തിൽ ഉൾപ്പെടെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് ആദ്യ ദിവസം പറഞ്ഞ ഒരാളാണ് ഞാൻ. ഒരാളെയും ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഗവൺമെൻറ്റും അതിൽ ഉറച്ചു നിൽക്കുകയാണ്, CPIM ഉറച്ച നിലപാടിലാണ്. അതെ, നമുക്ക് CV അനുമോദിലേക്ക് പോകാം. CV അനുമോദ് ഇന്നലെ കത്തോലിക്ക കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണം എടുക്കുക കൂടി ചെയ്തതാണ്. അനുമോദ്, കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മയപ്പെട്ട ഒരു പരാമർശമല്ല നടത്തിയിരിക്കുന്നത്. ആ പരാമർശം UDF-നകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയുടെ സൂചന മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം ഒരു പുഴ മുന്നേ എറിയുന്നതാണോ രാഷ്ട്രീയപരമായിട്ടെന്നൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ UDF-നകത്ത് ചില ഭിന്നതകൾ ഇതുമായി ബന്ധപ്പെട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട് UDF-നകത്തുള്ള ഭിന്നത, ലീഗ് പോലും ഇത്തരം പഴയ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല, കോൺഗ്രസിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് വരുന്നത്. ഈ വരുന്ന വലിയ തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ, അതിൽ LDF ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് UDF പ്രതിരോധിക്കുന്നു? പ്രചാരണങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അപർണ, UDF-ന് ഈ വെൽഫെയർ പാർട്ടി ശക്തി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സമസ്തയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി നീക്കം ഉണ്ടായിട്ടുണ്ട്. അവരത് പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കത്തോലിക്ക കോൺഗ്രസും ഇതേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ കാലങ്ങളായി UDF-നൊപ്പം നിൽക്കുന്ന മേഖലകളിൽ നിന്ന് ഈ വെൽഫെയർ പാർട്ടി സഖ്യത്തെ തുടർന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നു, വലിയ തോതിൽ വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ളൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് UDF-നെ ഈ ഘട്ടത്തിൽ ആശങ്കയിലാക്കുന്നത്. അതായത് LDF-ലേക്ക് ഒരിക്കലും പോകാത്ത വോട്ടുകൾ, അത് UDF-ലേക്ക് കൃത്യമായി വരുന്ന വോട്ടുകൾ, അതാണ് ഇപ്പോൾ ഇവിടെ തൃശങ്കൂരിൽ നിൽക്കുന്നത് എന്ന തരത്തിൽ വേണം പറയുവാൻ. അത് LDF-ലേക്ക് പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ CPM അത്തരത്തിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. കാരണം അവർക്ക് കിട്ടുകയില്ല, UDF-നും കിട്ടുകയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് LDF-നെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവരുടെ UDF-ന്റെ വോട്ട് കുറയ്ക്കുന്ന സാഹചര്യം തീർക്കും. അപ്പോൾ ഇതിന് വലിയ പരിക്ക് കൂടാതെ എങ്ങനെ പരിഹരിക്കാമെന്ന കാര്യമാണ് UDF ആലോചിക്കുന്നത്. ഇന്നലെ നമ്മൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു പറഞ്ഞു. കാരണം ഇതിൽ ഒരു പരസ്യമായ പ്രതികരണം പെട്ടെന്ന് നടത്തി നിലവിലെ സാഹചര്യം വഷളാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ എന്താണെങ്കിലും അവർക്ക് കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. കാരണം ഇന്ന് ഈ ഒരു വിഷയം തന്നെയായിരിക്കും മുഖ്യമായും പ്രചാരണ വിഷയമാവുക. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നേതാക്കൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ഈ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കൂടിയാകും കത്തോലിക്ക കോൺഗ്രസിനെ. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ ഈ 15,000-ൽ താഴെ അല്ലെങ്കിൽ അത്രയോളം വോട്ട് അവർക്ക് ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്.
നിലമ്പൂരിലെ 13% ക്രൈസ്തവ ജനസംഖ്യ, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ടിൻ്റെ കണക്ക്. അതിൽ കത്തോലിക്കയ്ക്ക് പുറമെ, കത്തോലിക്ക കോൺഗ്രസിന് പുറമെ മറ്റ് വിഭാഗങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു നിലപാട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വോട്ടുകൾ LDF കിട്ടാതെ ഒരുപക്ഷെ അൻവറിലേക്ക് പോകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് എന്ന ചോദ്യം കൂടി ഉയരുന്നതാണ്. കാരണം മലയോര മേഖലയിലെ പ്രശ്നങ്ങളും ആ വിഷയങ്ങളും ഏറ്റവും ആദ്യം അഡ്രസ്സ് ചെയ്തത് അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയത് അൻവറാണ്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ പ്രതീക്ഷ അത്തരത്തിലുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിന് ചുവട് പിടിക്കുന്ന തരത്തിലാണിപ്പോൾ വെൽഫെയർ പാർട്ടി സഖ്യത്തിൻ്റെ കാരണം പറഞ്ഞ് അത്തരത്തിലൊരു വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് UDF സംബന്ധിച്ച് തലവേദന ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. മുസ്ലിം വിഭാഗങ്ങളിലെ സംഘടനാ വോട്ടുകളും അതോടൊപ്പം തന്നെ ക്രിസ്തീയ മേഖലയിലെ വോട്ടുകളും വെൽഫെയർ പാർട്ടി സഖ്യത്തിൻ്റെ പേരിൽ UDF ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന അവസ്ഥ, അത് പരിഹരിക്കാനുള്ള ശ്രമം UDF ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അപർണ. ശരിക്കും തീർച്ചയായിട്ടും അനുമതി. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് ഇനി KT ജലീലിന്റെ പ്രതികരണമാണ് കണ്ടത്. KT ജലീൽ ഈ വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഹാഗിയ സോഫിയ ലേഖനം എഴുതിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള പ്രതികരണം KT ജലീൽ നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സമൂഹത്തിന് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടായ സംഭവമാണ്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നതാണ്. ഇത് ഈ കത്തോലിക്ക കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാടിൽ ഈ തരത്തിൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള UDFന്റെ ഈ പുതിയ ബാന്ധവം കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു പഴയ മുറിവ് കൂടിയാണ് ഉണർത്തി വിട്ടിരിക്കുന്നത് എന്ന് KT ജലീൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ കൂടി ഇന്ന് മറുപടികൾ വരാനുള്ള സാധ്യത. ജലീലിന്റെ പ്രതികരണത്തിലേക്ക് പോയ ശേഷം ഹാഗിയ സോഫിയ വിഷയത്തിൽ അവിടേക്ക് ക്രൈസ്തവർ ഇനി ആരാധനക്കായി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതുകയുണ്ടായി. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കൂടെ കൂട്ടുന്നത്? ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടല്ലോ. ഇവരുടെ ഈ സമീപനം LDF ദോഷം ചെയ്യുമോ? ഒരിക്കലും ദോഷം ചെയ്യില്ല. അനുമോദിലേക്ക് വീണ്ടും. അനുമോദ്, അതായത് ഈ എത്ര വോട്ടാണ് വെൽഫെയർ പാർട്ടിക്ക് ഇവിടെ ഉള്ളത് എന്ന് സംബന്ധിച്ചൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇന്നലെ കണ്ടത് ഒരു വശത്തേക്ക്. അതിനിടയിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ കത്തോലിക്ക കോൺഗ്രസിന് ഈ വിമർശനം ഉന്നയിക്കുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ വോട്ട് അത് ഏത് തരത്തിൽ തലവേദനയായി മാറുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. ഇന്നലെ നമ്മൾ ഇടതുപക്ഷത്തോട് ചോദിക്കുന്നത് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ച പല വിമർശനങ്ങളുണ്ട്. മലയോര പ്രശ്നങ്ങളിലും കത്തോലിക്ക കോൺഗ്രസ് ഉന്നയിച്ച വിമർശനങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് ഇടതുപക്ഷത്തോടുള്ള ഒരു മയപ്പെടുത്തലാണോ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ നിലപാട് എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു നിലപാട് മാറ്റം കൂടി ഇതിനകത്ത് വരുന്നുണ്ടോ? തീർച്ചയായും മുൻപം വിഷയത്തിലുണ്ടായ സംഭവവികാസങ്ങൾ, വഖഫ് ബില്ല് വന്നതിന് ശേഷവും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയില്ല, ആ ബില്ലുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത് മുൻനിർത്തി NDA നടത്തിയിരുന്ന പ്രചരണങ്ങൾക്ക് ഏകദേശം മുനയൊടിഞ്ഞ മട്ടാണ്. നിലമ്പൂരിൽ നമ്മളെവിടെയും ആ ഒരു വിഷയം NDA പ്രചരണ വിഷയമാക്കി എടുക്കുന്നില്ല. മാത്രമല്ല അത് നേരത്തെ തന്നെ ഈ അവിടെ ഉള്ളവരെ സംരക്ഷിക്കുകയാണ് നിലപാടെന്ന് LDFന്റെ അഭിപ്രായം. അത് അവർ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വരാം അനുമോദ്. ഇപ്പോൾ KK ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുന്നു. മുഖ്യമന്ത്രി വരുന്നു, രണ്ടാം ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ എത്തുന്നു എന്നുള്ളൊരു വലിയ ഉറ്റുനോക്കലും ഒരു ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ LDF കൂടുതലൊരു ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയും വരുന്നുണ്ട്, അതുപോലെ നേതാക്കന്മാർ മിക്കവാറും ഇവിടെയുള്ള PBM മെമ്പർമാരും നേതാക്കന്മാരും എല്ലാം ഇവിടെ ഇലക്ഷൻ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഒരു ആവേശമുണ്ട്. ഇന്നിപ്പം സ്ഥാനാർത്ഥി പര്യടനം ഈ നിലമ്പൂർ നഗരസഭയിലാണ് ഞങ്ങളുടെ. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഞങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് UDFന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ മാഷ് നമ്മളോട് തന്നെ പറഞ്ഞത് UDFനകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അകത്തൊരു ഭിന്നിപ്പുണ്ട്, ഇതൊക്കെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു വരിക. അങ്ങനെ ദൂരവ്യാപകമായ അങ്ങനെ LDF കാണുന്നുണ്ടോ? ഈ മുന്നണിക്കകത്തൊരു പിളർപ്പ് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ കരുതുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ അവരുടെ മുന്നണിക്കകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കുന്നേ ഇല്ല.
കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ മതരാഷ്ട്രവാദം അത് ലോകത്ത് എവിടെയായാലും അപകടമാണ്. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മതരാഷ്ട്രവാദം ഉയർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഏതെങ്കിലും മറ്റു വ്യക്തികളോടോ അങ്ങനെയുള്ള യാതൊരു ആ വാദത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഗോവിന്ദ മാഷും എല്ലാം പറഞ്ഞിട്ടുള്ളത് അതാണ്. ഈ PDPക്ക് ആ കാര്യമായിട്ടൊരു വോട്ട് തന്നെ ഈ മണ്ഡലത്തിലില്ല. പക്ഷെ PDPയോടുള്ള LDFന്റെ ഈ നിലപാട് അത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. അത് വേണ്ടിയിരുന്നു എന്ന് തന്നെ കരുതുന്നുണ്ടോ? ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല സമീപനം. ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PDPയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യധികമായിട്ട് വിഷയം. കാരണം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന ആശയം ആര് പ്രചരിപ്പിക്കുന്നുവോ അവരെ കൂടെ നിർത്താൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അതുതന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പറഞ്ഞിങ്ങനെ വാദിക്കുന്ന ആളുകളല്ല, അങ്ങനെ വാദിക്കുന്നവരെ അല്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള ആരാധനയും സമ്പ്രദായങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. പക്ഷേ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുക എന്നുള്ളത് അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ അംഗീകരിക്കുക? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്നാൽ ഏത് മതത്തിന്റെയും ആരാധനയെയോ അവരുടെ രീതിയെയോ മനുഷ്യന് ദ്രോഹകരമല്ലാത്ത ഏത് ആരാധനയെയും അവർക്ക് തുടരുന്നതിന് അവസരം ഉണ്ടാക്കണമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ ജമാഅത്തയുടെ പിന്തുണ രഹസ്യമായിട്ട് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷം ഈ പറയുന്നതിനകത്ത് ഇരട്ടത്താപ്പില്ലേ എന്ന് എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അത് ഈ പല തെളിവുകൾ വെച്ചുകൊണ്ടാണ്, ഈ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അടക്കമുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തോടുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി ഉണ്ടോ? ശരി, തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന വാദം ഇത് തന്നെയാണ്. അത്തരത്തിൽ പരസ്യമായ മതരാഷ്ട്രവാദം എന്ന് അവർ ഉന്നയിക്കാൻ തുടങ്ങിയോ അത് ആ സമയത്ത് ഞങ്ങൾ അവരുമായിട്ടുള്ള യാതൊരു സഖ്യത്തിനും നിന്നിട്ടില്ല. ഏതെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. നിങ്ങൾ ഏതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏതെങ്കിലും 2016 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പം ഇവര് മതരാഷ്ട്രവാദം പറയുന്നതിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഞങ്ങൾ പിന്തുണ തേടിയിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഈ ഒറ്റ കാര്യം കൂടെ, മുഖ്യമന്ത്രി നാളെ വരുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഇപ്പോഴും ആളി കത്തിക്കുന്നുണ്ട് UDF, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമല്ല, എത്ര തവണ വ്യക്തമാക്കിയതാണ്. ആരാണ് മുഖ്യമന്ത്രി? CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും. എന്താ CPMന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും ഓർക്കേണ്ടത് ഈ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് EMS ഗവൺമെന്റാണ്, EMS ആണ്. മാത്രമല്ല അന്ന് MSPയിൽ പോലും ചേരാൻ മുസ്ലിം വിഭാഗത്തിന് അവകാശമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുസ്ലിങ്ങളെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ ഒക്കെയുള്ള പരാമർശത്തെ കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ മലബാർ സ്പെഷ്യൽ പോലീസിൽ മുസ്ലിങ്ങൾക്ക് അംഗമാകാൻ പറ്റില്ല എന്ന് വാദം ഉയർത്തിയിരുന്ന കാലത്ത് ഇന്ത്യൻ പൗരന്മാരാണവർ, ഹിന്ദുക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞത് ഈ പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, EMS ആണ്. ആ EMSന്റെ പിൻഗാമി തന്നെയാണ് സഖാവ് പിണറായി അർത്ഥശങ്കക്കടയില്ലാത്ത വിധം ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിന്നെയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ പറയേണ്ടതില്ല എന്നുള്ളതാണ്. നന്ദി ടീച്ചറെ. പ്രധാനത്തിലേക്ക് കെ ശൈലജ ടീച്ചറുടെ പ്രതികരണമാണ് കണ്ടത്. അതായത് ഏതെങ്കിലും തരത്തിൽ UDF നടത്തുന്ന വിമർശനങ്ങളിൽ LDF എങ്ങനെയാണ് അത് പ്രതിരോധിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു കാര്യം കൂടി പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ എത്തുന്നു നിലമ്പൂരിൽ. കെ ശൈലജ ടീച്ചർ ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇടത് നേതാക്കന്മാരെല്ലാം നിലമ്പൂരിലേക്ക് ഒഴുകും അല്പം മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. BV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി വരുമ്പോൾ മലപ്പുറം പരാമർശം ഉന്നയിച്ചുകൊണ്ട് വിമർശനം ഉന്നയിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഏത് തരത്തിലാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ഇടതുമുന്നണി അത് നേരത്തെ തന്നെ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഇനിയുള്ള സമയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന്റെ പൾസ് മാറും എന്നാണ് കണക്കാക്കേണ്ടത്?
മുഖ്യമന്ത്രി നാളെ നിലമ്പൂരിൽ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കും. 3 ദിവസമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ ഉണ്ടാവുക. എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടി ഉണ്ടാകും. മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെ ഒരുപക്ഷെ അദ്ദേഹം നേരിൽ കാണുകയും ചെയ്യുമായിരിക്കും. ഏതായാലും മുഖ്യമന്ത്രിയുടെ വരവിന് മുന്നോടിയായി മലപ്പുറം പരാമർശം വീണ്ടും പ്രതിപക്ഷം പൊടിതട്ടിയെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ സമസ്തയുടെ കോഫി ടേബിൾ ബുക്ക് പ്രകാശ ചടങ്ങ് തിരുവനന്തപുരത്താണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്തെപ്പറ്റി ചിലർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം വീണ്ടും ചർച്ചയാക്കാൻ UDF ഒരുങ്ങുന്നു എന്ന ഒരു സൂചന നൽകിയത്. സ്വാഭാവികം അതിന് മറുപടി പറയുന്നു. അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജും ആ കാര്യം സൂചിപ്പിച്ചു. മലപ്പുറത്തെ പറ്റി പറഞ്ഞാൽ ആരാണ് മലപ്പുറം വിരുദ്ധ ജാഥ തീർത്തും വർഗീയമായ ഒരു ജാഥ നയിച്ചത്, ആരാണ് അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത്, എന്തായിരുന്നു ആ നിലപാടെന്നൊക്കെ വീണ്ടും പറയേണ്ടി വരും. നേരത്തെ തന്നെ ആര്യാടൻ മുഹമ്മദിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അന്നത്തെ നിലപാടിനെതിരെയും ഒക്കെ ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെയുള്ള നിലപാടിനെതിരെയും ഒക്കെ CPM പ്രചരണം സംഘടിപ്പിച്ചതാണ്. ഏതായാലും ആ വിഷയം വീണ്ടും കോൺഗ്രസ് ആ വിഷയം ചർച്ചയാക്കിയാൽ അത് വീണ്ടും ചർച്ചയാക്കാൻ തങ്ങളും തയ്യാറെന്ന സൂചനയാണ് CPM-ഉം ഇടതു മുന്നണിയും നൽകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി വരുന്നതോടുകൂടി വികസന കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ചയാകുമെന്ന പ്രതീക്ഷയും ഇടതു കേന്ദ്രങ്ങൾക്കുണ്ട്. കാരണം ഇവിടെ ഇപ്പോഴും പ്രധാന ചർച്ചയെ മാറുന്നത് ജമാഅത്തെ ഇസ്ലാമിയും PDP-യും പോലുള്ള സംഘടനകളുടെ പിന്തുണയാണ്. അവരുടെ വോട്ടൊക്കെ തുലവും കുറവാണെങ്കിൽ പോലും അവരാണ് ഒരുപക്ഷെ CPM-നെയും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് വികസന അജണ്ടയിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ഈ അവസാന ദിവസങ്ങളിലെങ്കിലും കൊണ്ടുവരണമെന്ന നിലപാടാണ് CPM-നുള്ളത്. എന്നാൽ അല്പസമയം നമ്മൾ സംസാരിക്കുമ്പോൾ M സ്വരാജും ആ കാര്യമാണ് സൂചിപ്പിച്ചത്. വികസനം ചർച്ചയാകണം. മുഖ്യമന്ത്രി വരവോടുകൂടി പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോയേക്കാം. പ്രിയങ്ക ഗാന്ധി നാളെ നിലമ്പൂരിലെത്തുന്നുണ്ട്. സ്വാഭാവികം പ്രിയങ്കയുടെ സന്ദർശനവും വളരെ നിർണായകമാണ്. പ്രിയങ്കയും ഇക്കാര്യങ്ങളൊക്കെ വികസന വിഷയങ്ങളും അതുപോലെ തന്നെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ബാധിക്കുന്ന വിഷയമായ നേരിട്ട് ബാധിക്കുന്ന വിഷയമായ ഈ വന്യജീവി ആക്രമണവുമൊക്കെ മലയോര മേഖലയിലെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുമൊക്കെ ചർച്ചയായി വന്നേക്കാം, വീണ്ടും ചർച്ചയായി ഉയർന്നേക്കാം. ഈ കേന്ദ്രത്തിൻ്റെ പുതിയ മറുപടിയും ഈ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം നൽകണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തോട് പ്രതികൂലമായി പ്രതികരിച്ച കേന്ദ്ര സർക്കാർ നടപടിയും ഒക്കെ വീണ്ടും ചർച്ചയായേക്കാം. ഏതായാലും ഇനിയുള്ള ഓരോ മണിക്കൂറും നിർണായകമാണ്. എല്ലാ തലങ്ങളിലും എല്ലാ തരത്തിലുള്ള വോട്ടുകളും സമാഹരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ എണ്ണത്തിൽ കുറവെങ്കിലും PDP-യുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ വോട്ടുകൾ ഒക്കെ വേണ്ടി മുന്നണികൾ ഈ നിലപാടുകൾ എടുക്കുന്നത്. അത് എതിരായും അനുകൂലമായും ഒക്കെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഏതായാലും ആ മുഖ്യമന്ത്രിയുടെ വരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതു ക്യാമ്പിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് UDF ക്യാമ്പിനും ശക്തി നൽകും, അവർക്കും ആവേശം നൽകും. വലിയ നാടിളക്കി മറിച്ചുള്ള റോഡ് ഷോയ്ക്കൊക്കെ UDF ഇവിടെ കളമൊരുക്കുന്നുണ്ട്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ സമസ്തയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിഷയത്തിലേക്ക് കൂടി കടക്കുമ്പോൾ ഒരു വശത്ത് സമസ്ത വി ഡി സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്ന സമസ്തയിൽ സഖാവി എളമരം നടത്തിയ പരാമർശങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. സമസ്തയിൽ ഈ വെൽഫെയർ പാർട്ടി UDF ബന്ധവുമായി ബന്ധപ്പെട്ട് സമസ്തയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രതികരണങ്ങൾ ഒരു വശത്ത് അത് ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും ആണ് LDF എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്ത ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങളുണ്ട്. അത് LDF-ന് നേരെയുമാണ്. അങ്ങനെ ഈ സമസ്തയുടെ നിലപാടുകൾ അത് ഏത് തരത്തിലാണ് ഇരു മുന്നണികളും കാണുന്നത്? അതും കൂടി നമുക്ക് ചുരുക്കത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ അല്ലെങ്കിൽ UDF-മായി അവർ ചേരുന്നു എന്നുള്ളത് ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ അല്ലെങ്കിൽ ലീഗിൻ്റെ സ്ഥിരം വോട്ട് ബാങ്കായ സമസ്തയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുള്ളത് വസ്തുതയാണ്. കാരണം എക്കാലവും സമസ്ത ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ മതരാഷ്ട്രവാദത്തെയും എതിർത്തിട്ടുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഭിന്നിപ്പുണ്ട്. അത് പരമാവധി മുതലെടുക്കാനാണ് ഇടതു മുന്നണിയുടെ ശ്രമം. ഇന്നലെ ജഫ്രി ബുത്തുക്കോയ തങ്ങളെ വേദിയിലെത്തി മുഖ്യമന്ത്രി പറഞ്ഞത് അതുതന്നെയാണ്. സമസ്തയുടെ ഭിന്നാഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അനുമതി നൽകുന്ന അല്ലെങ്കിൽ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന സമസ്തയുടെ ഒരു നിലപാടിനെയാണ് മുഖ്യമന്ത്രി പ്രകീർത്തിച്ചത്. പ്രതിപക്ഷ വി ഡി സതീശനും ആ വേദിയിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് സമസ്തയുടെ മുത്തുക്കോയ തങ്ങൾ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചത് അല്ലെങ്കിൽ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വച്ചത്. ഹൈസ്കൂൾ പഠന സമയമാറ്റം അത് 15 മിനിറ്റ് രാവിലെ കൂടുതൽ സമയമാകുമ്പോൾ അത് മദ്രസ പഠനത്തെ ബാധിക്കും. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മുത്തുക്കോയ തങ്ങൾ മുന്നോട്ട് വച്ചത്. മുഖ്യമന്ത്രി അതിൽ പ്രതികരിച്ചില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആരുടെയും വികാരത്തെയോ വിശ്വാസങ്ങളോ വ്രണപ്പെടുത്താൻ സർക്കാർ തയ്യാറാകില്ല. ഇത് പ്രതിപക്ഷ അധ്യാപക ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ നിലപാടിൻ്റെ ഭാഗമായി കോടതി നിർദ്ദേശിച്ചതാണ്. അത് നടപ്പാക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയും കോടതി നടപടികൾ തടസ്സമായി. ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും. മുഖ്യമന്ത്രി കൂടി ആലോചിച്ച ശേഷം
ഇതൊരു തീരുമാനമുണ്ടാകും, അനുകൂല തീരുമാനമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ആ രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറാതിരിക്കാനുള്ള ഒരു കരുതൽ ഈ ഘട്ടത്തിൽ തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ അത് ആ രീതിയിലാണ് പ്രതികരിച്ചത്. അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാം എന്ന നിർദ്ദേശം സ്വരാജും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും ആ നിലപാടാണ് അദ്ദേഹം. ഈ വിഷയങ്ങൾ സർക്കാർ ആ രീതിയിൽ പരിഗണിക്കുമെന്നൊരു സൂചനയാണ് അദ്ദേഹവും നൽകുന്നത്. ഏതായാലും സ്വാഭാവികമായും പ്രതിപക്ഷം UDF തീർച്ചയായിട്ടും. അപ്പൊ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് ചോദിക്കുമ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല, അങ്ങനെ ഒരു ഉദ്ദേശം സർക്കാരിനില്ല എന്ന് പറഞ്ഞ് വിമർശനങ്ങളൊക്കെ പരിശോധിക്കും എന്ന് വി ശിവൻകുട്ടി പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയി, അതുകൊണ്ടാണ് ഈ സമയമാറ്റം വേണ്ടി വന്നതെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ട ശേഷം എത്താം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനത്തിലുള്ള സമയം കളയാൻ വേണ്ടി പറ്റില്ല, അത് കൊടുത്താലേ പറ്റുള്ളൂ. അതിന് കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും വിശ്വാസത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തണമെന്നോ അസൗകര്യം ഉണ്ടാക്കണമെന്നോ യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹിന്ദു കുട്ടിയായിരുന്നാലും മുസ്ലിം കുട്ടിയായിരുന്നാലും ക്രിസ്ത്യാനി കുട്ടിയായിരുന്നാലും ഒരു മതവും ഇല്ലാത്ത വിദ്യാർത്ഥിയായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് അവന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്താലേ മതിയാവും. എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇത് കേസ് കൊടുത്തൊരു പരിഹാരം കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ വന്നിട്ടുള്ള വിമർശനം ഇതുവരെ ആരും രേഖാമൂലം ഒരു പേപ്പറും തന്നിട്ടില്ല. എങ്കിലും വന്നിട്ടുള്ള വിമർശനം സംബന്ധിച്ചും പരിശോധിച്ചാലും അത് കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ അന്തിമമായി നമുക്ക് തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. KT ജലീൽ പറഞ്ഞത് മുഖ്യമന്ത്രി എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും. ഇതിനകത്ത് പ്രതിപക്ഷത്തിന്, അതായത് വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ പ്രതിപക്ഷം ഇതിനകത്ത് വല്ല നിലപാടും എടുക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത്? ഒരു മറുചോദ്യം കൂടി KT ജലീൽ ഇപ്പുറത്തേക്ക് ഇട്ട് തന്നിട്ടുമുണ്ട്. ജലീലിന്റെ വാക്കുകളിലേക്ക് കൂടി. അല്ല, മുഖ്യമന്ത്രി ആ കാര്യം എല്ലാ വിഭാഗം ആളുകളുമായും സംസാരിക്കും, അത് രമ്യമായിട്ട് തന്നെ പരിഹരിക്കും. സമസ്തയുടെ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അതും കൂടി പരിഗണിച്ച് കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കണം എന്ന് രണ്ടുപേരോടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ കാര്യം മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെയും ഇക്കാര്യത്തിൽ അഭിപ്രായം എന്താണ് എന്ന് അറിയണം. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയോട് മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടു കൂട്ടരും അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് രമ്യമായിട്ടുള്ളൊരു പരിഹാരം അതിന് ആർക്കും വേദനയോ വിഷമമോ ഇല്ലാത്ത രൂപത്തിൽ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും വി അരുണിലേക്ക്, അതായത് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്താണ്, അതുകൂടി നിലപാടെടുക്കൂ എന്ന് KT ജലീൽ ചോദിക്കുന്ന വിഷയമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇന്നുള്ള പ്രതികരണങ്ങളിൽ ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പ്രതിപക്ഷത്തോട് നിർബന്ധിതമായേക്കും. അങ്ങനെ അതിലൊരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് ഇതിനകത്ത് കടക്കാൻ കഴിയുമ്പോൾ എന്നുള്ള മറ്റൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് മണിക്കൂറുകളും സ്കൂൾ സമയമാറ്റവുമായിട്ടുള്ള വന്നുള്ള പ്രതികരണങ്ങൾ പലയുടെ ഭാഗത്തു നിന്ന് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് നിലമ്പൂരിൽ, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ സംഘടനകൾ കൂടി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സൂചിപ്പിച്ചതാണ്. പ്രതിപക്ഷ സംഘടന ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ കൂടി അധ്യാപക സംഘടനകൾ, പ്രതിപക്ഷത്തിൻ്റെ കൂടി അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്താൻ നിർബന്ധിതമായത്. സർക്കാർ അതിലോട്ട് എത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് കോടതി അലക്ഷ്യ നടപടികൾ സർക്കാർ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് സർക്കാർ അത്തരമൊരു സമയക്രമീകരണത്തിന് ഉത്തരവ് ഇറക്കിയതെന്നാണ് മന്ത്രി പറയുന്നത്. അതുകൊണ്ടാണ് KT ജലീൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതാണ്. പ്രതിപക്ഷം കൂടി പറയട്ടെ, ഈ സമയമാറ്റം മദ്രസ പഠനത്തെ, മതപഠനത്തെ ബാധിക്കുമെന്ന് പറയുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കൂടി അറിയണം. അത് സ്വാഭാവികമായും പ്രതിപക്ഷം മറുപടി പറയട്ടെ എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കും. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം ഇന്ന് ഉണ്ടായേക്കും. മുത്തുക്കോയ തങ്ങളുടെ ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന സൂചനയാണ്. പക്ഷേ അവിടെയും അത്ര എളുപ്പമല്ല സർക്കാരിൻ്റെ കാര്യങ്ങൾ. കാരണം കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത ഉത്തരവും തീരുമാനവുമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ അഭിപ്രായം കൂടി പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതും ഒരു ചർച്ചയാക്കാൻ, വിവാദമാക്കാനും സർക്കാർ തയ്യാറായിക്കില്ല. അതുകൊണ്ടാണ് ഒരു സമവായ വഴി ആദ്യ പ്രതികരണത്തിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നതും സമാനമായൊരു പ്രതികരണം ഇപ്പോൾ മുഖ്യമന്ത്രി ഇടപെടുമെന്ന് KT ജലീൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വി അരുൺ കൂടി വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇനി ഇടതും അതോടൊപ്പം തന്നെ UDF-ഉം കൂടുതൽ
താരപ്രചാരകരെ ഇറക്കി രണ്ടാം ഘട്ടം കൊഴുപ്പിക്കാൻ നോക്കുമ്പോൾ പി വി അൻവർ ഏത് തരത്തിലാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? 15-ാം തീയതി യൂസഫ് പഠാൻ എത്തുന്നു, തൃണമൂൽ കോൺഗ്രസിന്റെ MP യൂസഫ് പഠാൻ എത്തുന്നു. വലിയ ഒരു ആൾക്കൂട്ടത്തിലേക്കൊക്കെ അതും കൊണ്ടുപോകും. അത് വോട്ടായി മാറുമോ? ആ തരത്തിൽ ഒരു ശക്തി പ്രകടനം നടത്താൻ അൻവറിന്റെ പ്രചാരണങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു വശത്തുണ്ട്. ഏതായാലും മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിലാണ് നിലമ്പൂരിൽ ശക്തമായിട്ട് എന്നുള്ളതിൽ തർക്കമില്ല. അൻവറിന്റെ പ്രതികരണത്തിലേക്ക് കഴിഞ്ഞ മുൻപുണ്ടായിരുന്ന പ്രചരണങ്ങളെക്കാളൊക്കെ തികച്ചും വ്യത്യസ്തമാണല്ലോ ഇത്തവണത്തെ പ്രചരണം. എനിക്കൊരു ഒറ്റയാൾ പോരാട്ടമാണല്ലോ. എങ്ങനെയാണ് കാണുന്നത്? ഒറ്റയാൾ പോരാട്ടം കുറേ നടത്തിയതാണല്ലേ. 2011 ഒറ്റയാൾ പോരാട്ടം നടത്തിയത്, 14 ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് പാർലമെന്റിലേക്ക്. ഇപ്രാവശ്യം ഒറ്റയാളല്ല, ഇപ്രാവശ്യം ജനങ്ങളുടെ കൂടെയുണ്ട്. ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ളൊരു ജനകീയ പോരാട്ടമായി ഇത് മാറുകയാണ്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ തന്നെ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ കത്തോലിക്ക കോൺഗ്രസും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അംഗീകരിക്കാനാകില്ല. ഇവിടെ ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്ന ആ ജനങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. UDF-നോട് വിരോധമുള്ളവരും LDF-ന് വിരോധമുള്ളവരും വോട്ട് ചെയ്യുന്നതന്നെ ഉറപ്പിക്കും. ആ വിരോധം മാത്രമല്ലല്ലോ, ഈ വിഷയം പിണറായി വിജയൻ ആരാ അവിടെ ഉയർത്തിയത്? ആരാണ് ഈ പോലീസിലെ ഈ പറയുന്ന ഈ വിഷയങ്ങൾ ഉയർത്തിയത്? മലയോര വിഷയങ്ങൾ ആരാ അവിടെ? ആര്യാടൻ ഷൗക്കത്തിന്റെ എന്താ സ്ഥിതി? ജന്മത്തിൽ ഈ പിണറായി വിജയൻ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും ഇന്ന് വരെ ഒരു വാക്ക് പറയാത്തവനാണ്. 75,000 കുറയാത്ത വോട്ട് ഓരോ ദിവസവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു 35,000 വോട്ടിലേക്ക് ഒതുങ്ങും ഇടതുപക്ഷം. മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യാൻ പോകണം 3 ദിവസം ഇവിടെ വന്നിട്ട്. അദ്ദേഹത്തിനെ ക്യാമ്പ് ചെയ്യാമല്ലോ. അദ്ദേഹം എവിടെയും ഈ പറയുന്ന തൃക്കാക്കരയൊക്കെ ക്യാമ്പ് ചെയ്തിരുന്നല്ലോ, പാലക്കാടും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞു. പിണറായി എന്ന് പറയുന്ന നമ്മൾ കേരള ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ആ നേതാവ് 2021 എന്താ പറയുക അസ്തമിച്ചു. എന്ന് മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രതാപം ഇടിഞ്ഞു തുടങ്ങിയതാണ്. അതിപ്പോൾ ഇന്ന് എവിടെ എത്തിയെന്നില്ല അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ അദ്ദേഹത്തിനത് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വിജയപ്രതീക്ഷയുടെ തന്നെ താങ്ക് യു. വിജയപ്രതീക്ഷയുടെ തന്നെ പ്രചരണം തുടരുകയാണ് പി വി അൻവർ. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഏതായാലും നിലമ്പൂരിൽ പറഞ്ഞ പോലെ ചൂടുള്ള പ്രചാരണമാണ്. പക്ഷേ ശക്തമായ മഴ വരുന്ന മഴയുടെ ദിവസങ്ങൾ കൂടിയാണ്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ചും നമുക്കിവിടെ നിന്ന് കാണാം ഈ അതിരാവിലെ തന്നെ കനത്ത മഴ. പക്ഷേ ആ മഴയൊന്നും ഈ പ്രചാരണത്തിന് ചൂട് തണുപ്പിക്കാൻ പോകുന്നില്ല. ശക്തമായിട്ടുള്ള പ്രചാരണത്തിന് അടുത്ത ഘട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ താരപ്രചാരകർ മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും ഒപ്പം അൻവറിന് വേണ്ടി യൂസഫ് പഠാനും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. വിഷയങ്ങൾ ഇഷ്ടം പോലെ മഴവിൽ സഖ്യം തൊട്ട് സ്കൂൾ സമയ മാറ്റത്തിൽ എത്തി നിൽക്കുന്നു. സമസ്തയുടെ നിലപാടടക്കം ഓരോ മിനിറ്റിലും പുതിയ പ്രതികരണങ്ങൾ വരുമ്പോൾ അത് ഏത് തരത്തിലേക്കാണ് പോകുക നിലമ്പൂർ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്ന് കണ്ട് തന്നെ ഇരിക്കുന്നു.